ഇപ്പോൾ 50 സെൻറ്റ് അധികമായി കയ്യേറിയത് തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയും നടപടികളും ഒക്കെയാണല്ലോ സർക്കാർ പോകുന്നത്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ട് 50 സെൻറ്റ് കൊണ്ടുപോയാൽ എൻ്റെ എന്താവുമെന്ന് ഓർത്ത് പേടിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല. ആ ഗണത്തിൽ എന്നെ കൂട്ടണ്ട. 50 സെൻറ്റല്ല, 50 ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 50 സെൻറ്റല്ല, 50 ഏക്കർ പിടിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അല്ലെങ്കിൽ മുതലേ കൈവച്ചാൽ പുറകോട്ട് പോകും എന്നൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ ഒരു കർഷകൻ്റെ മകനാണ്. ഞാൻ കർഷകൻ ധനികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും കർഷകരെ സംബന്ധിച്ചൊരു പ്രത്യേകത, അവർ ആത്മാഭിമാനമുള്ള ആളുകളാണ്. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഈ എക്സ്പ്ലനേഷൻ തടയേണ്ടി വന്നത്. ഞങ്ങൾ ആരുടെയും അനധികൃതമായും ഇല്ലാത്ത ഇത് വെട്ടിപ്പിടിക്കാനും പിടിച്ചുപറിക്കാനും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയ പണമല്ല. ഞങ്ങളുടെ പൂർവികരായിട്ട് ഞങ്ങളുടെ കാരണവന്മാരുടെ കയ്യിലുള്ളത്, പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുടെയും കയ്യിലുള്ളത് അധ്വാനിച്ച സ്വത്തും സമ്പത്തുമാണ്. വേർപ്പിൻ്റെ ഗന്ധമുള്ള സ്വത്തും സമ്പത്തുമാണ് കർഷകരുടെ കയ്യിലുള്ളത്. അതിനെല്ലാം കയ്യേറ്റമാണെന്നും അതിനെല്ലാം കയ്യേറലാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയുണ്ട്. പക്ഷേ കർഷകൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ പറയുന്നു, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കയ്യിലുള്ള സ്വത്തും മുതലുമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അതിനൊക്കെ ഒരുപാട് വഴിവിട്ട കഥകളും കൈക്കൂലിയുടെയും പിടിച്ചുപറിയുടെയും ഒക്കെ നിറവും ഗുണവും മണവും ഗന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ കർഷകൻ്റെ കയ്യിലുള്ള വിയർപ്പിൻ്റെ ഗന്ധമുള്ള സമ്പത്താണ് അവൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് കളയാൻ ഭയപ്പെടുത്താമെന്ന് പറയണ്ട. അതുകൊണ്ട് 50 സെൻറ്റല്ല, 50 ഏക്കർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല. ഈ കാര്യത്തിൽ എത്ര നിങ്ങൾ എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, അങ്ങനെയില്ല. അതിന് നോർമൽ ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ടല്ലോ. ഈഫ് അറ്റ് ഓൾ അങ്ങനെ ഭൂമി ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ വന്നാൽ ഞാൻ അതിനോട് സഹകരിക്കും. ഞാനത് പരിശോധിക്കും. വാട്ട് എവർ ലീഗൽ റൈറ്റ്സ് വി ഹാവ്, നിയമപരമായിട്ട് നമുക്കുള്ള അവകാശങ്ങളെ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല, അത് അസെപ്റ്റ് ചെയ്യും. അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഭൂമി ഉണ്ടെന്ന് വന്നാൽ ഡെഫിനറ്റ്ലി വി വിൽ ലീവ് ഇറ്റ് ടു ദ ഗവൺമെൻറ്, നോ ഡൗട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വാങ്ങിയ സ്ഥലം 1 ഏക്കർ 23 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 23 സെൻറ്റ് സ്ഥലമാണ് ഞാൻ വാങ്ങിയത്. അതിനപ്പുറത്തേക്ക് ഞാൻ ആ സ്ഥലം, ഞാനിപ്പോഴും പറയും, ഇന്നത്തെ ഈ ദിവസം ഈ സമയം വരെ ഞാൻ ആ സ്ഥലം അളന്ന് നോക്കിയിട്ടില്ല. ഞാൻ പേഴ്സണലി അതിൻ്റെ അകത്ത് അളവ് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആ സാഹചര്യം പറഞ്ഞില്ല. ഞാൻ അന്നത്തെ ആ ദിവസമൊന്നും രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലമല്ല അത്. ആ സ്ഥലം എന്തെങ്കിലും സമാധാനമായിട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായത്. സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി അതുകൂടി കാണിക്കണമെന്നുണ്ടായിരുന്നുകൊണ്ട് ഓവർ നൈറ്റ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് ആ രജിസ്ട്രേഷൻ അന്ന് നടന്നത്. ആ സമയത്ത് പിന്നെ അളക്കാൻ പോയില്ല. പിന്നെ സ്ഥാനാർത്ഥിയാണ്, നമ്മൾ വോട്ട് പിടിക്കാൻ പോകുക, അത് സ്ഥലം അളക്കാൻ പോകും. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം, എനിക്ക് സ്ഥലം തന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അവരുടെ ഒരു കുടുംബ പശ്ചാത്തലവും അവരുടെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ എനിക്കറിയാം. എനിക്ക് 100% വിശ്വാസമാണ്. ഇത്ര സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു തന്നാൽ അതിൽ 1 സെൻറ്റോ 2 സെൻറ്റോ കൂടുമല്ലാതെ കുറയത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യവും വിശ്വാസവും എനിക്ക് ആ കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അളക്കേണ്ട ഒരു അനിവാര്യതയായിട്ട് എനിക്ക് തോന്നിയില്ല.